ആദ്യമേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് പറഞ്ഞു പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് എൻ്റെയൊക്കെ. ഞാൻ ജീവിതത്തിലേക്ക് രാഷ്ട്രീയവും മതവും കൊണ്ടുവരാത്ത ഒരാളാണ്. ഞാൻ ഈ സംഭവങ്ങൾ രണ്ടും വേണ്ടാന്ന് വെച്ച് സമാധാനമായി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പാർട്ടിക്കാരോടോ ഒരു മത ആൾക്കാരോടോ ഒരു പ്രത്യേക സ്നേഹമോ സംഭവങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് മതം സ്വീകരിക്കണം, ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം, എന്താണെന്ന് വെച്ചിക്കോട്ടെ, എനിക്കിതിനോട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ആരുടെയും പക്ഷഭേദം കാണിക്കുന്നില്ല, ആരുടെ സൈഡും പിടിക്കുന്നില്ല. അതിപ്പോൾ ഏത് സിനിമയുടെ കേസ് വന്നാലും ഞാൻ സിനിമ മാത്രമായിട്ടാണ് കാണാറുള്ളത്. എത്രയൊക്കെ ആൾക്കാർ വന്ന് എൻ്റെ മേലിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല, ഞാൻ ഒരു മതത്തിലും പെട്ട ആളുമല്ല. എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോഴേക്കും മതം എന്ന് പറഞ്ഞ സാധനം ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വേണം എന്നുള്ളതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ എന്തായാലും. കങ്കണ ഡയറക്റ്റും അഭിനയിക്കുകയും ചെയ്യുന്ന ഇന്ദിരാഗാന്ധിയുടെ ബയോപിക്കായിട്ടുള്ള എമർജൻസി എന്നുള്ള സിനിമയായിട്ട് PVR ഒബ്രോ മോളിൽ വന്നിരിക്കുകയാണ്. റിലീസ് ഡേറ്റ് ആയിട്ട് കൂടി 99 rupees ഓഫർ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ സിനിമയാണ് അനുഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സിനിമയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നതെല്ലാം സിനിമയായിട്ട് മാത്രം കണ്ടിട്ട് എനിക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട ഒരു ഗതികേടെ. എമർജൻസി കങ്കണ റണോട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള സിനിമ. ഇതിനു മുന്നേ കങ്കണ ഒരു സിനിമ പാതി വഴി എന്തോ ഡയറക്ടറായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴേക്കും ബാക്കി ഡയറക്റ്റ് ചെയ്ത് തീർത്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, മണികർണിക. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അത് ഝാൻസി റാണിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇത് ഒരു ബയോപിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയണോ? കാരണം എനിക്ക് ഇതിനകത്ത് കിടന്ന കാര്യങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. അത് സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും നടന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത്, ഇതിപ്പോൾ ഈ സിനിമയിലൂടെ ഇന്ദിരാഗാന്ധി എന്നുള്ള പൊളിറ്റീഷ്യനെ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സിനിമ ഇറക്കിയതാണോ, അല്ലെങ്കിൽ അവരുടെ ഫ്ലോസും അവരുടെ മിസ്റ്റേക്സും അവരുടെ ബാഡായിരുന്ന സൈഡ് കാണിച്ച് തരുന്ന രീതിയിലൊരു ബയോപിക് എന്നുള്ള രീതിയിലുള്ള സിനിമ ഇറക്കിയാണോ, എനിക്കിതിൽ ഏതാണെന്ന് മനസ്സിലാവണില്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ലിറ്ററലി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. കങ്കണ റണോട്ടിൻ്റെ ആക്ടിങ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ്. ആസ് ആൻ ആക്ടർ, ആസ് എ റിയൽ ലൈഫ് പേഴ്സൺ ആൻഡ് ഹൗ ഷീ പോർട്രേസ് ഹെർസെൽഫ് ഓൺ സോഷ്യൽ മീഡിയ, ഹൃത്തിക് റോഷനായിട്ടുള്ള പ്രോബ്ലം, അങ്ങനെ സംഭവങ്ങളൊക്കെ കാരണം എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ആസ് ആൻ ആക്ട്രസ് ഇന്ത്യ കണ്ടിട്ടുള്ളതിന് ഏറ്റവും മികച്ച ഫീമെയിൽ ആക്ട്രസ്സിലെ ഒരാളാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് റിയൽ ലൈഫിൽ പുള്ളിക്കാരി എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കില്ല. ഏത് സെറ്റിൽ ചെന്നാലും അവിടുത്തെ നടനോ പ്രൊഡ്യൂസർ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി വലിയ താല്പര്യമില്ലെങ്കിലും ആസ് ആൻ ആക്ട്രസ് ഐ റെസ്പെക്ട് ഹെർ, ഐ ലവ് ഹെർ വർക്ക്സ്. പുള്ളിക്കാരിയുടെ സിമ്മർ എന്നുള്ള സിനിമ ഗാങ്സ്റ്റർ, പുള്ളിക്കാരി എന്തോ 16 വയസ്സിൽ അഭിനയിച്ച പടമാണത്. അനുരാഗ് ബാസുയുടെ ഗാങ്സ്റ്റർ. പിന്നെ നമ്മുടെ കല്യാണം നടക്കാതാകുമ്പോഴേക്കും മറ്റേ UK പോണ പടം ഉണ്ടല്ലോ, ആ പടം പെട്ടെന്ന് വായിൽ വരുന്നില്ല, ആ സിനിമ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിമ്രന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമൊന്നും തോന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കങ്കണയുടെ ഒരുപാട് പടമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ട്രസ് കങ്കണേന. ഇതിനകത്ത് എനിക്ക് ഞെട്ടലോടെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ചില സമയത്ത് ഞാൻ ഞെട്ടിയത് കിടിലൻ ആക്ടിങ് കണ്ടിട്ടാണ്. ചില സമയത്ത് ഞാൻ ഞെട്ടിയത് ഇതെങ്ങനെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കണ്ടിട്ടാണ്. ചില സമയത്ത് കങ്കണ ആക്ട് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ചെറിയൊരു മാനറസമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇന്ദിരാഗാന്ധിനെ കാണിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അനങ്ങുന്ന രീതിയിൽ, അതൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഇതെന്തിനാ എപ്പോഴും ഇത് ഇത്രത്തോളം ഇന്ദിരാഗാന്ധി ചെയ്യുമായിരുന്നോ, അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്ന്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇമോഷണൽ രംഗങ്ങൾ വരുമ്പോൾ പൊതുവേ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന കങ്കണ ഇതിനകത്തൊരു ബ്രേക്ക് ഡൗൺ സീനുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മകൻ മരിച്ചു പോയി എന്നറിയുമ്പോഴേക്കുള്ള അമ്മയുടെ ഒരു ബ്രേക്ക് ഡൗൺ സീൻ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നിയത്. കയ്യിൽ നിന്ന് പോയതായിട്ട് ഞാനും അനുഭവം മുഖത്തോട്ട് നോക്കിയിട്ട്, ഞങ്ങളാണ് കട്ട ഫാൻസാണ് കേട്ടോ കങ്കണയുടെ ആക്ടിങ്ങിൻ്റെ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇതെന്തായാലും പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയത്, അങ്ങനത്തെ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അതുപോലെ 1-2 ഇടങ്ങളിൽ കങ്കണയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഓവർ ഡൂ ചെയ്തായിട്ട്, അല്ലെങ്കിൽ അഭിനയിച്ച് കയ്യിൽ നിന്ന് പോയ പോലെ ഒരു ഫീലിംഗ് എനിക്ക് പലയിടത്തും തോന്നുന്നു. അതെനിക്ക് ഞെട്ടലായിരുന്നു. കാരണം ഞാനിതുവരെ കങ്കണനെ അങ്ങനെ മോശമായിട്ട് ആക്ട് ചെയ്ത് കണ്ടിട്ടില്ല. സ്വയം ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവരും മാക്സിമം കിടുവായിട്ട് അഭിനയിക്കാൻ എപ്പോഴും ശ്രമിക്കാറുള്ളതും എപ്പോഴും അങ്ങനെയാണ് വരാറ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് കങ്കണയ്ക്ക് വാസ് ഇറ്റ് ടു ഹാർഡ് ഫോർ ഹർ ടു പുൾ ഓഫ്,
അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഡയറക്ഷനും ഇത് പ്രൊഡ്യൂസിങ്ങും എല്ലാം കൂടി ചെയ്തുകൊണ്ട് അഭിനയിക്കാൻ വേണ്ടി ക്യാമറ മുന്നിൽ നിന്നപ്പോഴേക്കും ചില സമയത്ത് ഓവർ തോട്ട്സ് കാരണം അല്ലെങ്കിൽ ക്ലൗഡഡ് വിത്ത് തോട്ട്സ് കാരണം ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ ചെയ്തത് ബാലൻസ് തെറ്റി പോയോ എന്നൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടാണ്. ആസ് ആൻ ആക്ട്രസ് ഞാൻ വീണ്ടും പറഞ്ഞാൽ ഷീ ഈസ് ബ്രില്യൻ. ബട്ട് ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ എനിക്ക് കയ്യിൽ നിന്ന് പോയതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അനുഭവിക്കും അത് അങ്ങനെ തന്നെ തോന്നി. എന്നോട് ഓരോ തവണ എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ അനുഭവത്തിന് അനുഭവം ഇങ്ങനെ എന്ത് പറ്റി ആ സീനിൽ നിൽക്കണം. എന്നാൽ ചില സീൻ കിടുവാണ്, ചില സീൻ ഗംഭീരമായിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്ത ആളുകളെ എടുത്തു നോക്കണമെങ്കിൽ വിശാഖ് നായർ നമ്മുടെ കുപ്പി, നമ്മുടെ ആനന്ദത്തിൽ തുടങ്ങി ഏറ്റവും അവസാനം ഫുട്ടേജിൽ വന്ന് നിൽക്കുന്ന കുപ്പി, എക്സിറ്റ് എന്നുള്ള സിനിമ കണ്ട് പ്രകടനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയ വിശാഖ് നായർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുപ്പി, അല്ലെങ്കിൽ തിരിച്ചല്ലേ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുപ്പി എന്ന വിശാഖ് നായർ ഇതിനകത്ത് കിടു പെർഫോമൻസ് ആയിരുന്നു. സഞ്ജയ് ഗാന്ധി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹീ ഗോട്ട് ഇറ്റ് റൈറ്റ്. ആ ബാലൻസ് മുകളിലേക്കോ താഴേക്കോ പോവാതെ അത് ഭയങ്കര രസമായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡൗട്ട് വന്നിപ്പോൾ ഇത് സഞ്ജയ് ഗാന്ധി ഇങ്ങനെയായിരുന്നു അപ്പോൾ എനിക്കറിയാത്ത കാര്യമുണ്ട്. ഇൻ റിയൽ ലൈഫ് സഞ്ജയ് ഗാന്ധി ഇങ്ങനെ ആയിരുന്നോ? കാരണം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സഞ്ജയ് ഗാന്ധി കുറച്ച് എക്സെൻട്രിക്കായിട്ട്, കുറച്ച് അരപ്പിലി ലൂസ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ബുദ്ധി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരാളായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അത് വിശാഖ് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഹിസ് ആൻഡ് അനുപം കെയർസ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും മികച്ചു തന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡാം കൺസിസ്റ്റൻറ്റ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, അനുപം കെയർ എത്ര വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ, അങ്ങനെയുള്ളൊരു നടൻ ചെയ്യുന്ന ലെവലിലുള്ള ആ ഒരു സ്കില്ല് ഈ ചെറുപ്രായത്തിൽ വിശാഖിന് ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോവാതെ ബാലൻസ് പിടിച്ച് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. അത് കിടുവായിട്ട് എനിക്ക് ഫീലായി. കാരണം ഇതേ സിനിമയിൽ തന്നെ ഞാൻ കങ്കണനെ കാണുന്നുണ്ട് ഒരു സൈഡിൽ, അനുപം കെയർ, പിന്നെ പുലി പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറഞ്ഞ ഒരു റോൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. മിലൻ സോമൻ, നമ്മുടെ ഓൾഡ് സ്പൈസിലെ മച്ചാൻ. സാം ബഹാദൂർ എന്നുള്ള സിനിമ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. വിക്കി കൗശൽ അഭിനയിച്ച് വേറെ ലെവലിൽ വെച്ചിരിക്കുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ബയോപിക്. സാം മനേക്ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഒരു രക്ഷയില്ലാത്ത പടമാണത്. അത് വിക്കി അമ്മ ലെവലിൽ ചെയ്തു വെച്ചാണ്. എന്നിട്ട് കൂടിയും മിലൻ സോമൻ ഇതിനകത്ത് മേക്കപ്പൊക്കെ കിടുവായതുകൊണ്ടും പുള്ളിക്ക് ആ ഒരു ഓറയും ആ സ്വാഗും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇതിനകത്തും പുള്ളിനെ കാണാൻ. പുള്ളി വന്ന സീന് എല്ലാവരും തിയേറ്ററിൽ രോമാഞ്ചിഫിക്കേഷൻ ലെവലിൽ സീനായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പാട്ട് വന്ന് ആ പാട്ടിൽ പുള്ളി മ്യൂസിക്കലി കളിക്കുന്നു. അതായത് എല്ലാവരും പാട്ട് പാടി അഭിനയിക്കുന്നു. അത് ഭയങ്കര ശോകമായിരുന്നു. ഒരു കിടിലൻ ഓറുള്ള മനുഷ്യനായിട്ട് ഒരു വേറെ ലെവലിൽ ഒരു ഇൻട്രോ കാണിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മറ്റേ ബാർബി ഗേൾ എന്ന് കളിക്കുന്ന രീതിയിലൊരു സാധനം. അയ്യേ, മൊത്തം മറ്റേ മൂടുപോയി എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥയിൽ പോയിട്ടത്. പക്ഷെ മിലിയൻ സോമൻ വാസ് കിടു. മേക്കപ്പ് ആരാണോ ചെയ്തേക്കണേ കിടിലുണ്ട്. പക്ഷെ ഇതായിരുന്നു അവസ്ഥ. ഈ സിനിമയുടെ ഒരു ഗ്രാഫ് അങ്ങനെയായിരുന്നു. ചിലത് ഭയങ്കര അടിപൊളി, ചിലത് ദേ കിടക്കുന്നത് ടമാർ പടാർ നാമത്തെ ഇടതോ എന്നുള്ള അവസ്ഥയാണ് ചില സീൻ വരുമ്പോഴേക്കും. പിന്നെ ശ്രേയ തൽപ്പടെ മച്ചാനൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ മച്ചാൻ്റെ റോളൊക്കെ എനിക്കെന്തോ ലാൽ ബഹാദൂർ ശാസ്ത്രി അല്ല, നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ റോളാണ് ചെയ്തിരിക്കുന്നത്. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. കാരണം എൻ്റെ മനസ്സിൽ അടൽ ബിഹാരി വാജ്പേയിനെ കണ്ടിരിക്കുന്ന ആ രൂപം വെച്ച് കമ്പയർ ചെയ്ത് പോകും അറിയാതെ. അതുകൊണ്ട് എനിക്ക് എന്തോ വാസ് ഹി ആപ്റ്റ് ഫോർ ദിസ് റോൾ എന്നുള്ളതൊക്കെ ചോദിച്ചു പോകുന്ന ഒരു തരം തോട്ടാണ് എൻ്റെ മനസ്സിൽ വന്നത്. എനിവേസ്, അനുപം കെയർ നമ്മുടെ സിദ്ദിഖിക്കാനൊക്കെ പോലെയാണ്. അതായത് എന്ത് റോൾ കൊടുത്തു, വില്ലൻ, അച്ഛൻ, അപ്പുപ്പൻ, നായകൻ, എന്തും കൊടുത്തോ പൊള്ളിയായിരിക്കും. വെനസ്ഡേ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നാസറുദ്ദീൻ ഷായും അനുപം കെയറും കൂടെ വേറെ ലെവലിൽ അഭിനയിച്ച് വെച്ചിരിക്കുന്ന പടമാണ്. റീമേക്കായിരുന്നു ഉന്നയിപ്പോൾ ഒരുവനല്ലേ? അല്ലേ ഉന്നയിപ്പോൾ ഒരുവനല്ലേ? ആ സിനിമയുടെ പേരെന്തായിരുന്നു? കമലഹാസനും ലാലേട്ടനും കൂടി വന്നത്, ടെറസിൻ്റെ മുകളിൽ ബോംബ്, എന്തായിരുന്നു അതിൻ്റെ പേര്? എന്തായാലും കിടിലൻ ഒരു നടനാണ് അനുപം കെയർ. ഒന്നാമത് ഞാൻ ഒരു 25 കൊല്ലം മുന്നേ ഉള്ള അനുപം കെയറിനെ കഴിഞ്ഞ ദിവസം കഹോന പേരെ റിലീസ് ചെയ്തപ്പോൾ കാണാൻ പോയപ്പോൾ കണ്ടതേ ഉള്ളൂ. അങ്ങേര് എന്താടേ ഇപ്പോഴും വേറെ റേഞ്ച്. അങ്ങേര്
അന്നും വേറെ റേഞ്ച് ആയിരുന്നു, ഇന്നും വേറെ റേഞ്ച്. അന്ന് പൊതുവേ ഈ ഷാറുഖ് ഖാൻ്റെയും അല്ലെങ്കിൽ കിങ് ഖാൻസിൻ്റെയൊക്കെ അച്ഛനായിട്ടൊക്കെ റോളാണ് വരുന്നത്. കൂൾ ഡാഡി റോളിൽ വരുന്ന മച്ചാനായിരുന്നു. കവനപ്പാറയിൽ അങ്ങനെയല്ല, അത് വേറെ റോളാണ്. ഞാൻ പറയുന്നില്ല, ആരെങ്കിലും കവനപ്പാറയെ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അവരുടെ സംഭവം കുളമാവരുതെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ പുള്ളി കൂടെ എല്ലാം പറ്റും. പുള്ളി നമ്മുടെ ഒരു തിലകൻ ലെവലൊരു ആക്ടറാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. തിലകൻ ചേട്ടൻ വേറെ റേഞ്ച്. എന്നാലും ഞാൻ പറയണത് അനുപം ഖേർ അതുപോലുള്ളൊരു നടനം. എന്ത് റോളും പോകും, അവിടെ എന്തും പോകും. പുള്ളിയുടെ കയ്യിൽ ആ റോള് ഭദ്രമായിരിക്കും. പുള്ളി ഇന്നേ വരെ ഒരു റോളും ഒരു ഓവർ ആക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പുള്ളിയാണ് മെയിനായിട്ട് തോന്നിയത്. പിന്നെ വിശാഖിനെ, ഇവർ രണ്ടുപേരുമായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ ബെസ്റ്റ് പെർഫോമൻസ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് കാര്യം, ഇതിനകത്ത് ഹരിഹരനും പുതിയൊരു യങ്ങർ ജനറേഷനിലെ എക്കോവാ എന്തോ ഒരു മച്ചാൻ ആർക്കോവാ അങ്ങനെ, എനിക്ക് ആ ആർട്ടിസ്റ്റിനെ അറിയാൻ പാടില്ല. ഇനി പൊങ്കാലിടാൻ വരരുത്. വല്ല വലിയ ആർട്ടിസ്റ്റ് പോലും ഒക്കെ ആണെങ്കിൽ മറ്റേ ബ്ലാക്ക് പിങ്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വൺ ഡയറക്ഷനാ അല്ലെങ്കിൽ എന്താണ് മറ്റേമാരുടെ പേരെന്താണ് BTS പോലെ വല്ല ടീമൊക്കെ ആണെങ്കിൽ എന്നെ പൊങ്കലിടാൻ വരരുത്. ഞാൻ പഴയ ആളാണ്, എനിക്ക് ഈ പുതിയ ടീമിനൊന്നും അറിയാൻ പാടില്ല. നമുക്കാകെ അറിയാവുന്നത് നമ്മുടെ അവിയിൽ, തകര, ലിങ്കിൻ പാർക്ക്, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, ബ്ലൂ അങ്ങനത്തെ ടീമുകളാണ് ആ കാലഘട്ടത്തിലുള്ള ടീമുകളൊക്കെ അറിയുള്ളൂ. പിന്നെ പുതിയതെന്നല്ല അങ്ങനെ കുറച്ച് ടീമുകളൊക്കെ അറിയുള്ളൂ. റാസ്മുസ്, നിർവാണ, നമ്മുടെ AC/DC അവരൊക്കെ എനിക്കറിയാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ക്ഷമിച്ചേരടെ. എന്തായാലും കിടിലനൊരു പാട്ടുണ്ട്, കിടിലൻ സാധനം. ആ റിപ്പീറ്റ് മോഡിൽ എൻ്റെ മൊബൈൽ എന്തായാലും ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കും. അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക് എല്ലാം എനിക്കുണ്ട്. എവിടെയെന്ന് വെച്ചാൽ ഞാൻ കേൾക്കും. കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് സൂതിങ് ഫോർ ദ മൈൻഡ് ആൻഡ് ഹാർട്ടായിരുന്നു. ഫുൾ സിനിമ കഴിഞ്ഞിട്ടും എല്ലാവരും തിയേറ്ററിൽ നിന്ന് പോയിട്ടും ഞാൻ എൻ്റെ ക്രെഡിറ്റ്സ് റോൾ ചെയ്ത് ലാസ്റ്റ് സ്ക്രീൻ ബ്ലാക്ക് ആവണ വരെ, പ്രൊജക്ടർ ഓഫ് ആവണ വരെ ആ പാട്ട് കേട്ടവിടെ ഞാൻ നിന്നു. പിന്നെ പോയി ഇരുന്നു. എന്ത് രസമായിരുന്നറിയാമോ? ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയാൽ ഞാൻ ആ പാട്ട് കാരണം അനുമയോട് പറഞ്ഞു വേണ്ട ഇത് തീർന്നിട്ട് പോകാം, എന്ത് രസമൊന്ന് കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. കാരണം സിനിമ ഇസ് ഓൾവേസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റർ. പിന്നെ ഒരു കാര്യം കൂടി, ഈ പാട്ട് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഈ തിയേറ്റർ ഒരു ചെറിയ തിയേറ്റർ ആയതുകൊണ്ടല്ല, ഈ പാട്ട് ഹോൾസം എന്നൊക്കെ പറയൂലേ, ടു ദ ഹാർട്ട്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പ്രൊജക്ഷൻ സിസ്റ്റത്തിൻ്റെ എൻ്റെ കാര്യം അങ്ങനെയല്ല. പ്രൊജക്ഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഭയങ്കര ഒരു യെല്ലോയിഷ് ടിന്നുണ്ടായിരുന്നു പ്രൊജക്ഷന്. അത് ലേസറാക്കേണ്ട സമയം കഴിഞ്ഞു. 4K ലേസർ പോട്ടെ, ഒരു 2K ലേസറെങ്കിലും ആക്കേണ്ട ടൈം കഴിഞ്ഞു. പക്ഷേ സൗണ്ട് അടിപൊളിയായിരുന്നു. അറ്റ്മോസ് ആക്കിയാൽ വേറെ ലെവലാവും. പക്ഷേ 7.1 തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇത് വന്നിരിക്കുന്ന DCP എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരെ അടിയിൽ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പിൻ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. അപ്പോൾ മൈ ബെസ്റ്റ് ഗെസ് ഇസ് ദിസ് ഇസ് എ 7.1 DCP ആൻഡ് പ്രോബബ്ലി 4K ബട്ട് പ്ലേഡ് ഇൻസൈഡ് 2K പ്രൊജക്ടർ. അങ്ങനെ എനിക്ക് ഫീൽ ആയത് എന്തായാലും. അപ്പോൾ അവർ ഈ ഡൗൺ സ്കെയിൽ ചെയ്തിട്ട് കാണിക്കുന്ന പരിപാടി അതാണെന്ന് തോന്നണം. കാരണം ഷാർപ്നെസ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രിൻറ്റിന്. പക്ഷേ ആ പ്രൊജക്ടർ വെയർ ഔട്ട് ആയതുകൊണ്ടേ ഭയങ്കര മഞ്ഞ ഷെയ്ഡ്. ആ പ്രൊജക്ടറിൻ്റെ കാലാവധി അല്ലെങ്കിൽ ലാമ്പിൻ്റെ കാലാവധി തീർന്നതിൻ്റെ ആണെന്ന് എനിക്ക് ഫീൽ ആയ കേട്ടോ. പിന്നെ പറയേണ്ടത് സിനിമാറ്റോഗ്രഫി. ഒരു ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജാപ്പനീസ് ഒരു സിനിമാറ്റോഗ്രാഫറാണ്. കങ്കനയുടെ തന്നെ ഇതിനു മുന്നേ ധാക്കഡ് എന്ന് പറഞ്ഞ സിനിമയാണ്, മിക്കവർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. കിണ്ണം കാഴ്ച ആക്ഷൻ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമ. അത് എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല, അതൊരു വിയേർഡ് മൂവിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ വിയേർഡ് ഈ ഡെത്ത് റേസ് ഒക്കെ പോലത്തുള്ള പടങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഡെത്ത് റേസ് വേറെ അത് വേറെ കേസ്, എന്നാലും എനിക്കിഷ്ടമാണ്. ഇത് ഒരു പ്രത്യേകതരം ഈ റെഡ് സ്പാരോ ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് പടമായിരുന്നത്. ഇംഗ്ലീഷ് ഒരു പടമുണ്ട് ജെനിഫർ ലോറൻസിൻ്റെ റെഡ് സ്പാരോ. അതുപോലെ വളരെ സിമിലാരിറ്റി ഫീൽ ചെയ്ത ഒരു സിനിമയായിരുന്നു ധാക്കഡ്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ജാപ്പനീസുകാരനായ മച്ചാനാണ്. പുള്ളിയുടെ പേരെന്താണ്, എന്തോ ആണ് ഞാൻ പറഞ്ഞ് കോളാക്കാനുള്ള വായിൽ. അപ്പോൾ ആ മച്ചാൻ തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. കിട്ടു. പിന്നെ ഇതിലുള്ള ഒരു ആക്ടേഴ്സ് കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കങ്കന ഞാനോ ഡയറക്റ്റ് ചെയ്യുന്നത്. കങ്കനയുടെ ഫേസിലും അനുപം ഖേറിൻ്റെ ഫേസിലും വിശാഖ് നായറിൻ്റെ ഫേസിലും ഫേസ് വളരെ ക്ലോസപ്പിൽ ക്യാമറയിൽ ഒരുപാട് സീൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ടല്ല സൂപ്പർ സ്റ്റാറുകൾ പോലും അത്രയും ക്ലോസപ്പിൽ ക്യാമറ ഫേസ് ചെയ്യാൻ മടിക്കും. കാരണം അവരുടെ ഫേസിലുള്ള ചലനങ്ങളൊക്കെ അത്ര എളുപ്പത്തിൽ ക്യാമറയിൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ള നടന്മാരൊക്കെ അത്രയും ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അവരാകെ ഒന്ന് മുട്ടിടിക്കും. ഇവർ 3 പേരും ക്ലോസപ്പിൽ
ഓരോ എക്സ്പ്രഷൻസും മൈന്യൂട്ട് എക്സ്പ്രഷൻസും കാണണം. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ. ഇവരെ കൊണ്ട് പറ്റും, വേറെ ആരെടുത്തും അത്രയും ക്ലോസപ്പിൽ പോകുന്നില്ല. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിന് മാത്രമേ അത്രയും ക്ലോസപ്പിൽ ഇത്രയും ഉണ്ടാവുള്ളൂ. ആ ഇത്രയും ഭാഗം വെച്ച് എന്ത് വികാരമാണ് വരുന്നത് എന്നുള്ളത് അറിയിക്കണം. അതിൽ നമ്മുടെ കില്ലാടി ആരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ലാലേട്ടനാണ്. നമ്മുടെ ലൂസിഫർ എന്നുള്ള സിനിമയിൽ മറ്റേ മയിൽ വാഹനം പിടിച്ച് അടിച്ച് കഴിയുമ്പോഴേക്കും ലാലേട്ടൻ ഒരു നോട്ടമുണ്ട്, അത് മാത്രം മതി. ഇത്രയും ഭാഗം കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓടിയും കഴിഞ്ഞിട്ട് ലാലേട്ടൻ തീർന്നു എന്നൊക്കെ പറഞ്ഞവന്മാർ പോലും അന്തം വിട്ടുപോയ സീനാണത്. ഇത്രയും ഭാഗം കണ്ണുകൊണ്ട് അത് നോക്കിക്കൊല്ലുക, അല്ലെങ്കിൽ അവനെ നിന്നെ തീർച്ചയായിട്ടും മാച്ചോളാം, അല്ലെങ്കിൽ അങ്ങനൊരു സാധനം വെറുതെ കണ്ണ് വെച്ച് മാത്രം കാണിച്ചത്. അത് വേറെ റേഞ്ച് സാധനമായിരുന്നു. അതുപോലെ പല ആവർത്തി പല നടന്മാരെ കണ്ടു. മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിൽ ഒരു ക്ലോസപ്പ് ഷീനുണ്ട്, എൻ്റെ മോനെ കിടില സാധനമാണ്. ആ മറ്റേ ലാസ്റ്റ് ഇങ്ങനെ താന്ന് വാങ്ങി എന്നിട്ട് പിന്നെ പെട്ടെന്ന് വരില്ല. എൻ്റെ അവനെ അത് എന്ത് സീനാണെന്നറിയാമോ? അത് പറയുമ്പോൾ തന്നെ ഇത് രോമാഞ്ചം പറ്റും. മമ്മൂക്ക ലാലേട്ടൻ നമ്മുടെ മുത്താണ് അങ്ങനത്തെ കാര്യത്തിൽ. എൻ്റെ പൊന്നെ എനിക്ക് രോമാഞ്ചം വന്നിട്ട് വയ്യ. എന്തായാലും ഇവർ അങ്ങനെ ഒരു ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ അവരത്രയും ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഐ റെസ്പെക്ട് ദാറ്റ് തിങ്. അത് കാരണം എല്ലാവരും ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതിനെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു കാര്യം, ഇത് ചിലവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഭയങ്കര പ്രൊപ്പഗൻഡ മൂവിയായിട്ട് തോന്നും. പക്ഷേ എനിക്ക് അങ്ങനെ, ഇതിപ്പോൾ ഏത് പ്രൊപ്പഗൻഡയാണ്? ആരെയാണ് സപ്പോർട്ട് ചെയ്തത്? ആരെയാണ് താഴ്ത്തി കാണിച്ചത്? അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നത്? അതായത് ഒരു മികച്ച ബയോപിക് എന്നുള്ള രീതി കൊണ്ടുവന്നിട്ട് ആളെ പൊക്കി കാണിക്കുന്നതിന് പകരം ആൾ ചെയ്ത എല്ലാ ഊളത്തരം കാണിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് എന്തോ ഒരു ഗെയിമാണ് കങ്കണ എന്നുള്ള ഡയറക്ടർ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഐ ആം സ്റ്റിൽ കൺഫ്യൂസ്. കാരണം മേ ബി ഞാൻ മനസ്സിലാക്കിയ വെർഷൻ ഓഫ് ഈ മൂവിയുടെ പ്രശ്നം തന്നെ ആയിരിക്കാം, എൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ആയിട്ട് അത് വിളിച്ചു വരുത്തി നാട്ടിക്കുമെന്നൊക്കെ പറയാം. അതുപോലെ ഞാൻ ഒരു ബയോപിക്ക് ചെയ്യാൻ പോവാണ് ഇന്ദിരാഗാന്ധിയെ പറ്റി. എന്നിട്ട് കാണിച്ചേക്കാൻ മൊത്തം പുള്ളിക്കാരി കാണിച്ചേക്കണ എല്ലാ ഉള്ളത്തരങ്ങളും, നല്ല കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് കാണിച്ച പോലെ എനിക്ക് ഫീലായി. എനിക്ക് അങ്ങനെ ഫീലായിട്ടാ, ഞാനത് തുറന്നു പറയുന്നു. നോ ഒഫെൻസ് ടു എനിബഡി. എനിക്ക് ഫീലായ ഒരു കാര്യം ഈ സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി എന്നുള്ളതാണ്. റിയൽ ലൈഫിലുള്ള ആൾക്കാരെ ഞാൻ ജഡ്ജ് ചെയ്യണേ അല്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഐ ആം ഓൾസോ വെരി കൺഫ്യൂസ്ഡ് ആഫ്റ്റർ വാച്ചിങ് ദ മൂവി. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഡീസൻറ്റ് വാച്ച് വിത്ത് എ ഗ്രേറ്റ് സോങ്. ഞാൻ വേറെ ഒന്നും ഓർത്തില്ലെങ്കിലും കുപ്പി എന്നുള്ള നടൻ ബോളിവുഡിൽ പോയി അഭിനയിച്ച ഈ സിനിമ, ഹരിഹരൻ്റെ ഗംഭീര പാട്ടുള്ള ഈ സിനിമ. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, മ്യൂസിക് ഡയറക്ടർ ആരാപ്പാ? അതിൻ്റെ ഒരു പിടുത്തമില്ല. അറിയാൻ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സെർച്ചൊക്കെ ചെയ്ത് നോക്കണ്ടേ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ക്യാമറ വർക്ക് അടിപൊളി, അനുമുഖം കെയർ സൂപ്പർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഡീസൻറ്റ് വാച്ച്. പക്ഷേ പ്രൊപ്പഗൻഡ ഉണ്ടാകുന്ന അത് വല്ല ഉണ്ണിയൊക്കെ വന്ന് പറഞ്ഞോളും. എനിക്ക് അങ്ങനത്തെ സാധനം ഒന്നും പറയാൻ അറിയത്തില്ല. ഞാൻ ഇതിനെപ്പറ്റി ആ വശത്തേക്ക് നോക്കാത്ത ആളാണ്. അപ്പോൾ കേരള സ്റ്റോറി കണ്ടിട്ട് പോയി ഞാൻ ആ വശം അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ വെറും സിനിമയായിട്ട് മാത്രം കണ്ട ഒരു പടമായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതിപ്പോൾ ഏത് സിനിമ, കുറേ പടം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പ്രൊപ്പഗൻഡ എന്നും പറഞ്ഞ് ഇറക്കി കുറേ പടങ്ങളില്ലേ. ഞാൻ അതിൽ പ്രൊപ്പഗൻഡ ഒന്നും കാണാറില്ല. ഞാനത് കണ്ടിട്ട് ഒന്നും ചെയ്യാനും പോകാറില്ല. ആരെയും ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഒന്നും ഞാൻ പോകാറില്ല. സിനിമയായിട്ട് മാത്രം കണ്ടിട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പോകും. അല്ലാണ്ട് മറ്റേ സൈലൻസ് ഓഫ് ദ ലാംസ് കണ്ടിട്ട് ഞാൻ സൈക്കോ ആയിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞുള്ള ഇതോ, അല്ലെങ്കിൽ സോ കാണുന്നതുകൊണ്ട് ഞാൻ സോ ആയി മാറും എന്നുള്ള അങ്ങനത്തെ സെറ്റപ്പ് അല്ല. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വേറെ കാര്യം. ഇത്രയാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയത്. കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. ഓൾറെഡി ഇത്രയും വലിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും പറയാനുണ്ടായിരുന്നുകൊണ്ടാണ്. അതാണ് പറയാനുള്ളത്, നമ്മൾ പറയണമല്ലോ. അതിനാണല്ലോ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം അഭിപ്രായം അടിയിലിടാം. അല്ലാത്തവർ പടം കണ്ടിട്ട് മാത്രം അഭിപ്രായം ഇട്ടാൽ മതി. അതിപ്പോൾ നിങ്ങൾ എവിടെ വേണമെന്ന് വെച്ചാൽ കാണും. തിയേറ്ററിൽ കണ്ടാൽ ഏറ്റവും നല്ലത്. കാരണം ആ പാട്ടൊക്കെ ഇടുമായിരുന്നു. പാട്ട് കാണാൻ വേണ്ടി മാത്രമായിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു പാട്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ ഈ ക്യാമറ പ്രിൻ്റ് പരിപാടി അമ്മ കൂടത്തിലൊന്നും കാണിക്കരുത് കേട്ടോ. എനിക്ക് അതിനോട് ഭയങ്കര വിയോജിപ്പാണ്. കഷ്ടപ്പെട്ട് ഓരോരുത്തർ സിനിമ പിടിച്ചിട്ടുണ്ടായിരുന്നത് നീ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അവർ തന്നെ പൈസയായിട്ട് വിറ്റ് OTT വരുമ്പോൾ കണ്ടോ, അത് പിന്നെ മാന്യത ഉണ്ടെന്ന് പറയാം. അല്ലാണ്ട് ഈ ഒരുമാതിരി ക്യാമറ പ്രിൻ്റ് തൊല്ലയും കോപ്പൊന്നും ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വല്ല എഡിറ്റിംഗ് റൂമിൽ നിന്ന് കട്ടുകൊണ്ട് പോകണ പ്രിൻ്റ് ഒന്നും എടുത്ത് കാണാൻ നിൽക്കരുത്. അതെനിക്ക് പ്രത്യേകം എടുത്ത് പറയണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ബൈ.